പ്രിയമുള്ളവരെ 2021 നടന്ന LGS പരീക്ഷയുടെ കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസാണ് നമ്മളിത് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. 2 + 2 × 2 + 2 × 2 - 2 + -2 = ഡാഷ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം? ആദ്യം നമുക്കത് ഇത് രണ്ടും കൂടെ ചെയ്യാം. കാര്യം ഇവിടെയും പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യാം, പിന്നെ നമുക്ക് ബ്രാക്കറ്റുള്ള ഇത് രണ്ടും കൂടെ ചെയ്യാം. ഇത്രയും നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാം. അപ്പോൾ നോക്കാം. 2 + 2 × 2 എന്ന് പറയുന്നത് 4. ഇവിടെ എന്താണ്? ഇവിടെ +2. ഇപ്പോൾ 2 എഴുതി, 2 × 2 4 എഴുതി, ഇവിടെ ഒരു 2 എഴുതി. ഇനി 2 - 2 എന്ന് പറയുന്നത് 0. അത്രയും എഴുതി, +-2. ഇത്രയും ഓക്കെ ആണല്ലോ. = ഇനി ഇവിടെ നോക്കുക. 2 × 0 എന്ന് പറയുന്നത് 0 അല്ലേ. അപ്പോൾ ഇവിടെ 2 + 4 6 ഇപ്പോൾ 2 + 4 6 പിന്നെ ഇത് 0 ഇവിടെ -2 ഉണ്ട്. അപ്പോൾ 6 - 2 ആവും. 6 - 2 എന്ന് പറയുന്നത് 4. അപ്പോൾ നമ്മുടെ ആൻസർ 4 ശരി. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3ൻ്റെ ഗുണിതം അല്ലാത്തത്. 3ൻ്റെ ഗുണിതം ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്താണ്? ഈ രണ്ട് സംഖ്യകളുടെ കൂട്ടിയാൽ മതി. 7ഉം 3ഉം കൂടെ കൂട്ടുക, നമുക്ക് 10 കിട്ടും. 7ഉം 8ഉം കൂടെ കൂട്ടുക, നമുക്ക് 15 കിട്ടും. 6ഉം 3ഉം കൂടെ കൂട്ടുക, 9 കിട്ടും. 3ഉം 3ഉം കൂടെ കൂട്ടുക, 6 കിട്ടും. ഇനി നോക്കുക. 3ൻ്റെ ടേബിളിൽ വരുന്ന സംഖ്യകൾ 6 3ൻ്റെ ടേബിളിൽ വരും, 9 3ൻ്റെ ടേബിളിൽ വരും, 15 3ൻ്റെ ടേബിളിൽ വരും, 10 3ൻ്റെ ടേബിളിൽ വരത്തില്ല. സോ 73 നമ്മുടെ ആൻസർ. കാരണം കൂട്ടിക്കിട്ടുന്ന സംഖ്യ 3ൻ്റെ ടേബിളിൽ വരുമെങ്കിൽ അത് 3ൻ്റെ ഗുണിതമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, B എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. A + B/3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ചെയ്യാം. A എന്ന് പറയുന്നത് എന്താണ്? x². ഞാനിവിടെ ഒന്നിങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്നത് നമുക്കിവിടെ കാണേണ്ടുന്ന A + B ആണ്. ഇവിടെ A x² + 2y. ഞാനെന്ത് എഴുതാം? x² + 2y. ഇനി പ്ലസ് B എന്ന് പറയുന്നത് 2x² + 4y പ്ലസ് 2x² + 4y. ഇത് y ആണ്, /3. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് ഒരു x², ഒരു 2x². അപ്പോൾ x²ഉം 2x² കൂട്ടുമ്പോൾ നമുക്ക് 3x² കിട്ടും. ഇവിടെ 2y, ഇവിടെ 4y കൂട്ടുമ്പോൾ നമുക്ക് 6y കിട്ടും, /3. അപ്പോൾ ഇനി നിങ്ങൾ നോക്കുക. നമ്മുടെ ഓപ്ഷനിൽ ഈ ആൻസർ ഉണ്ടോ? 3x² + 6y ഉണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ 3x⁴ ആണ്. അപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ നോക്കിയാൽ ഒന്നുകൂടെ ചെറുതാക്കുക. ഇവിടെ നോക്കാം. ഈ 3നെയും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 1 എന്ന് കിട്ടും. ഇവിടെയും ഇതിനെയും കൂടെ നമ്മൾ കട്ട് ചെയ്യേണ്ടത് പ്ലസ് ആയതുകൊണ്ടാണ്. ഈ 6നെയും 3നെയും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 3 6. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ ഒരു x² മാത്രമേ ഇനി ഉള്ളൂ. ഒരു x² ആണ്. നമുക്ക് x² എന്ന് എഴുതാം. ഇവിടെ നമുക്ക് 2 ഉണ്ട്, y ഉണ്ട്. അപ്പോൾ നമുക്ക് പ്ലസ് ഇവിടെ എഴുതാം. x² + 2y എന്ന് നമുക്ക് കിട്ടി. x² + 2y ഓപ്ഷനിലുണ്ടോ? ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഇവിടെ ബിയും എയും ഉണ്ട്. എന്താണ് എന്നൊക്കെ ബി എന്താണെന്ന് നോക്കാം. ബി തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് 2x² + 4y. അതല്ല ഇത്. എ എന്ന് പറയുന്നത് x² + 2y ആണ്. ഇവിടെ കിട്ടി x² + 2y ആണ്. അതായത് എ ആണ് നമ്മുടെ ഓപ്ഷൻ. എ എന്ന് പറയുന്നത് x² + 2y തന്നെയാണ്. നമുക്കത് കിട്ടിയതോ അത് തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് നമുക്കൊന്ന് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണ്ടേ. ആദ്യം ഇവിടെ നമുക്ക് പ്ലസ് സംഖ്യകൾ കൂട്ടാം. ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 4. അപ്പോൾ 5ഉം 4 9, 9ഉം 3ഉം 12, 12ഉം 2 15 അല്ലേ. പ്ലസ് നമ്പറുകൾ നമ്മൾ ആദ്യം കൂടി. ഇവിടെ ഒരു 5, ഇവിടെ ഒരു 4 9, ഇവിടെ ഒരു 3 12, 12ഉം നമുക്ക് 5ഉം 4ഉം 9ഉം 3ഉം 12ഉം 2 14. സോറി, 14 പ്ലസ് ഉണ്ട്. ഇനി എത്ര മൈനസ് ഉണ്ട്? ഇവിടെ ഒരു 1, ഇവിടെ ഒരു 2. അപ്പോൾ 3 3 6 4 10, 10 മൈനസ് ഉണ്ട് അല്ലേ. 14 - 10 എന്ന് കിട്ടി. 14 - 10 എന്ന് പറയുന്നത് 4 ഓപ്ഷനിലുണ്ട്. 4 നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? നമുക്ക് ഞാൻ അടുത്ത ക്വസ്റ്റിലോട്ട് വളരെ വേഗത്തിൽ നമ്മൾ ചെയ്യാൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. എന്താണ്? ഒരു സംഖ്യയുടെ വർഗ്ഗമൂലത്തെ 2 കൊണ്ട് ഗുണിച്ച് വർഗ്ഗം കണ്ടപ്പോൾ 100 കിട്ടി എങ്കിൽ സംഖ്യ ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സംഖ്യയെ നമുക്ക് x എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സംഖ്യയുടെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് √x ആയിരിക്കും. ക്ലിയർ ആണല്ലോ. സംഖ്യ x ആണെങ്കിൽ സംഖ്യയുടെ വർഗ്ഗമൂലം √x ആയിരിക്കും. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? വർഗ്ഗമൂലത്തെ 2 കൊണ്ട് ഗുണിക്കുന്നു. 2 കൊണ്ട് ഗുണിക്കുന്നു. അതായത് 2 കൊണ്ട് ഈ വർഗ്ഗമൂലത്തെ ഗുണിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? അവയുടെ വർഗ്ഗം ഇത് ഗുണിച്ചതിന് ശേഷം ഇതിൻ്റെ വർഗ്ഗം കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ വർഗ്ഗം ഒന്ന് നോക്കുക. 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്.
റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ആണ്. അത്രയും നമ്മൾ ചെയ്തു. അത് എത്രയാണെന്നാണ് പറഞ്ഞത്? അത് 100 എന്ന് പറഞ്ഞു. അതായത് 4x സമം 100 എന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് 25 എന്ന ആൻസർ കിട്ടും. ഓപ്ഷനിൽ 25 ഉണ്ട്. അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. 8, 16, 32 1/8 1/60 ഇത് കൂട്ടാനല്ലേ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ വലിയ നമ്പർ 32 അല്ലേ? നമുക്ക് 60നെ 32 ആക്കിയാലോ? 16നെ 2 കൊണ്ട് ഗുണിച്ചാൽ 16 2 32. അപ്പോൾ ഇവിടെയും നമുക്ക് 2 കൊണ്ട് ഗുണിക്കണം. 8നെ 32 ആക്കാനായിട്ട് 4 കൊണ്ട് ഗുണിക്കാം. 4 8 32. അപ്പോൾ ഇവിടെയും 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ 32 ഇവിടെ 32 ഇവിടെ 32. അപ്പോൾ സെയിം 32 വന്ന് ഡിനോമിനേറ്റർ നമുക്ക് സെയിം ആയി ഒരെണ്ണം എഴുതിയാൽ മതി. ഇവിടെ ഒരു 4, ഇവിടെ ഒരു 2, ഇവിടെ ഒരു 1. അതായത് 4 + 2 + 1 ഈസ് ഈക്വൽ ടു 7/32 എന്ന ആൻസർ കിട്ടി. ഓപ്ഷനിലുണ്ടോ? ഉണ്ടോ? യെസ്, 7/32 നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ഇവിടെ നോക്കണ്ടേ, ഇവ തമ്മിൽ ഗുണിക്കണം അല്ലേ? 6/8 × 4 ആദ്യം നമുക്ക് ഗുണിക്കാം, അത് കഴിഞ്ഞ് കൂട്ടാം. ഗുണിക്കാനായിട്ട് നേരെ ഗുണിച്ചാൽ 6 × 4 എന്ന് പറയുന്നത് 24, 8 × 5 എന്ന് പറയുന്നത് 44, ഇനി പ്ലസ് ആണ്. പ്ലസ് ഇട്ട് 4/10. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇവ തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് 24/40 എന്ന് കിട്ടി. പ്ലസ് 4/10. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിയാൽ 40ഉം ഇത് 10ഉം അല്ലേ? ഇതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ ഇത് 40 ആകത്തില്ല. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കാമല്ലോ. അപ്പോൾ മുകളിൽ നമ്മൾ 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 24 ഇവിടെ കിട്ടി. പ്ലസ് 4 × 4 16 കിട്ടി. ഇവിടെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 10 × 4 40 തന്നെയല്ലേ? 40 തന്നെ എഴുതാം. 24 + 16 എന്ന് പറയുന്നത് 40/40. ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. 1 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? ഇത് നോക്കുക. 7.2 -3.03 നമുക്കൊന്ന് കുറക്കാം. 7.2 ഇത് 3.03 അല്ലേ? 3.03 കാണുന്നുണ്ടോ? ഇവിടെ നമുക്ക് ഒരു 0 ഇട്ട് കൊടുക്കാം. 10ൽ നിന്ന് 3 പോയാൽ 7. ഇനി ഇവിടെ 1 ഉള്ളൂ. 1ൽ നിന്ന് 0 പോയാൽ 1. 7ൽ നിന്ന് 3 പോയാൽ 4. നമുക്ക് 4.17 കിട്ടി. എന്ത് കിട്ടി? 4.17. ഇനി എത്ര കൂടെ കുറക്കണം? 2.002 കുറക്കണ്ടേ? നമുക്കൊന്ന് കുറച്ച് നോക്കാം. 2. എത്രയാണ്? 0.02. ഇവിടെ ഒരു 0 കൊണ്ട് വെറുതെ ഇട്ട് കൊടുക്കാം. നോക്കാം. 10ൽ നിന്ന് 2 കുറച്ചാൽ 8. ഇവിടെ 7 6 ഉള്ളൂ. 6ൽ നിന്ന് 0 കുറച്ചാൽ 6. 1ൽ നിന്ന് 0 കുറച്ചാൽ 1. 4ൽ നിന്ന് 2 കുറച്ചാൽ 2. അതായത് നോക്കുക. 2.168 ആണ് ആൻസർ. ഓപ്ഷനിലുണ്ടോ? യെസ്, 2.168. അപ്പോൾ ഈ രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കും. വളരെ എളുപ്പത്തിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാവും. ഓക്കെ, താങ്ക് യു.